നോർത്ത് പറവൂർ കെടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണ സമ്മേളനവും പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബെന്നി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വായനാ പക്ഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധമായി നമ്മുടെ ഗ്രന്ഥശാല പറവൂരിൽ നിന്നുള്ള എഴുത്തുകാരുടെ ഏതാണ്ട് 150-130 പുസ്തകങ്ങളുടെ പ്രദർശനം ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ്. തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പറവൂരുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം. പറവൂർക്കാരായ ആളുകളുടെ പുസ്തകങ്ങൾ, അതിപ്രഗത്ഭരായ ആളുകൾ മുതൽ എഴുതി തുടങ്ങുന്നവരുടേതടക്കമുള്ള പുസ്തകങ്ങളുടെ പ്രദർശനം നമ്മുടെ ഈ സ്കൂളിൽ വെച്ച് നടത്തുമ്പോൾ അത് വീണ്ടും വീണ്ടും പറവൂരിന്റെ സാംസ്കാരിക പ്രബുദ്ധതയെ ഉദ്ഘോഷിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എഴുത്തുകാരൻ പറവൂർ ബാബു അധ്യക്ഷനായി. പറവൂരിലെ എഴുത്തുകാരെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളെങ്കിലും സമ്പാദിക്കാനായത്. അപ്പോൾ പറവൂരിലെ എഴുത്തുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വളരെ ആശയക്കുഴപ്പം സൃഷ്ടിച്ച ഒരു കാര്യമുണ്ട്. അത് ഇന്നത്തെ പറവൂരാണോ പണ്ടത്തെ പറവൂരാണോ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ പറവൂർ നഗരസഭയുടെ പരിധി എന്ന നിലയ്ക്കല്ല ഞങ്ങൾ പറവൂരിലെ എഴുത്തുകാരെ നിർവഹിച്ചു. പറവൂരിലെ പഴയ കാലത്ത് പറവൂരിൻ്റെ ഭാഗമായ വടക്കേക്കരയും ചേന്നമംഗലവും കൈതാരവും ഏഴിക്കരയും മരാപ്പുഴ ഭാഗങ്ങളൊക്കെ ചേർന്ന പറവൂരിലെ എഴുത്തുകാരെ കുറിച്ചാണ് അന്വേഷിച്ചത്. ഞങ്ങൾക്ക് തന്നെ ഏറ്റവും വലിയ ഒരു അത്ഭുതമായി തോന്നിയത്, ഞങ്ങളെടുത്ത ലിസ്റ്റ് പ്രകാരം ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിച്ചവരായിട്ടുള്ളവരുടെ ലിസ്റ്റാണ് എടുത്തത്. എല്ലാവരുടെയും പുസ്തകങ്ങളില്ലെങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നത് പറവൂർ താലൂക്കിലെ ലൈബ്രറികളിൽ പറവൂരിലെ എഴുത്തുകാരായിട്ടുള്ളവരുടെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ തന്നെയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതോടൊപ്പം പറവൂരിലെ 100-ലേറെ എഴുത്തുകാരുടെ 300ഓളം പുസ്തകങ്ങളുടെ പ്രദർശനം കവിയും എഴുത്തുകാരനുമായ പ്രൊഫസർ NG ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. പപ്പുക്കുട്ടി സാറിനെ വക്കീലിനെ കുറിച്ചൊക്കെ നിങ്ങൾ പലരും പപ്പുക്കുട്ടി വക്കീലിനെ കണ്ടവരുണ്ടായിരിക്കും ഇല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറവൂർ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പുള്ളി കണ്ണഞ്ചിറയിൽ നിന്നിങ്ങനെ അന്നത്തെ കാലത്ത് ബുഷ് കോട്ട് എന്ന് പറയുന്നൊരു ഉടുപ്പുണ്ട്, കട്ടി കൂടിയ കോട്ടൺ തുണി കൊണ്ട് അതൊക്കെ ഇട്ട് പുള്ളി കയറും കണ്ണഞ്ചിറ. എന്നിട്ട് പറവൂര് വരെ അങ്ങേരെ ചിരിപ്പിച്ച് കൊല്ലും നമ്മളെ. അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഭാഗങ്ങൾ ഈ ചേർമംഗലം പറവൂർ ഏഴിക്കര എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അത് ഏതർത്ഥത്തിൽ ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറവൂരില് ചേന്നമംഗലം എന്ന് പറയുമ്പോൾ പറവൂര് തന്നെയാണല്ലോ. സേതു ഒരു വലിയ എഴുത്തുകാരനാണെന്നുള്ളൊരു നമുക്ക് യാതൊരു സംശയമില്ലല്ലോ. ബാലേന്ദ്രൻ ചുള്ളിക്കാരൻ വലിയ എഴുത്തുകാരനാണ്. കഥാപ്രസംഗത്തിന്റെ ഇവിടുത്തെ കലാമംഗലം സദാനന്ദൻ ഇല്ലേ? ബാലസാഹിത്യകാരൻ AK ജോഷി, എഴുത്തുകാരായ പറവൂർ രാജഗോപാൽ, US രതീഷ്, ഷാനി നവജി, MM സുകുമാരൻ, നോയൽ രാജ്, PD സുബ്രഹ്മണ്യൻ, ജയകുമാർ ഏഴിക്കര, ജോസഫ് പടയാട്ടി, ലിജിൽ, PM ഹംസ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് PP സുകുമാരൻ എന്നിവർ സംസാരിച്ചു. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.